എല്ലാവർക്കും നമസ്കാരം. PPS എന്ന സബ്ജക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മില്ലിംഗ് ആൻഡ് ഡ്രില്ലിംഗ്, അതുപോലെ തന്നെ ഈ രണ്ട് മെഷീൻസിലും ചെയ്യുന്ന ഓപ്പറേഷൻസുകൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Milling may be defined as a machining process for removing excess material from a workpiece with a rotating cutting tool. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കട്ടിംഗ് ടൂളിൻ്റെ സഹായത്തോടു കൂടി വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽസ് റിമൂവ് ചെയ്ത് മെഷീനിങ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മില്ലിംഗ് എന്ന് പറയുന്നത്. The rotating cutting tool called the milling cutter is a multi-point tool having the shape of a solid of revolution with cutting teeth arranged equally spaced either on the periphery or on end face or on both. സാധാരണയായിട്ട് മില്ലിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളിനെ നമ്മൾ പറയുന്നത് മില്ലിംഗ് കട്ടർ എന്നാണ്. ഈ മില്ലിംഗ് കട്ടർ ഒരു മൾട്ടി പോയിൻ്റ് കട്ടിംഗ് ടൂളാണ്. അതായത് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ പെരിഫറി പുറം ഭാഗത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫേസിലോ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കട്ടിംഗ് ടീത്തുകൾ കൊടുത്തിട്ടുണ്ടാവും. ഈ കട്ടിംഗ് ടീത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി സ്പേസ്ഡ് ആയിരിക്കും. ദ വർക്ക് മേ ബി ഹെൽഡ് ഇൻ എ വൈസ്, എ 3-jaw chuck, an index head, a rotary table between centers in a special fixture or bolted to the machine table. വർക്ക് നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള വർക്ക് ഹോൾഡിംഗ് ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയാണ് മില്ലിങ്ങിൽ സെറ്റ് ചെയ്യുന്നത്. മില്ലിംഗ് പ്രോസസ് ഇൻവോൾവ് സൈമിൾട്ടേനിയസ് റോട്ടറി കട്ടർ ആൻഡ് യൂഷ്വലി ലീനിയർ സംടൈംസ് റോട്ടറി മോഷൻ ഓഫ് ദ വർക്ക്. കട്ടർ റോട്ടറി മോഷനിലും വർക്ക് പീസ് ലീനിയർ മോഷനിലും ആയിരിക്കും. വിത്ത് ദ വർക്ക് ഫെഡ് അഗെയിൻസ്റ്റ് ദ കട്ടർ. സാധാരണയായിട്ട് റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന കട്ടറിലേക്ക് വർക്കിനെ നമ്മൾ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മില്ലിംഗ് പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ഫ്ലാറ്റ്, കോണ്ടൂർഡ് ഓർ ഹെലിക്കൽ സർഫസ്, for cutting threads and toothed gears and for making helical grooves. സാധാരണയായിട്ട് ഫ്ലാറ്റ് സർഫസുകൾ, കോണ്ടൂർഡ് സർഫസുകൾ, ഹെലിക്കൽ സർഫസുകൾ, ത്രെഡ് കട്ടിംഗ്, ഗിയേഴ്സിന് ടൂത്ത് കൊടുക്കാൻ, അതുപോലെ തന്നെ ഹെലിക്കൽ ഗ്രൂവ്സ് പ്രൊവൈഡ് ചെയ്യാൻ, ഇത്രയും പ്രോസസ്സുകൾക്കാണ് മില്ലിംഗ് എന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായും രണ്ട് രീതിയിലാണ് മില്ലിംഗ് ഓപ്പറേഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, പെരിഫറൽ ഓർ ഹൊറിസോണ്ടൽ മില്ലിംഗ്. ഇവിടെ കട്ടിംഗ് ടീത്ത് കട്ടറിൻ്റെ പെരിഫറിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിനിഷ് ചെയ്തു വരുന്ന സർഫസ് എന്ന് പറയുന്നത് കട്ടറിൻ്റെ ആക്സിസിന് പാരലലാണ്. സെക്കൻഡ് വൺ, ഫേസ് മില്ലിംഗ് ഓർ വെർട്ടിക്കൽ മില്ലിംഗ്. ഇവിടെ കട്ടിംഗ് ടീത്ത് കട്ടറിൻ്റെ പെരിഫറിയിലും അതുപോലെ തന്നെ ഫ്ലാറ്റ് എൻഡിലും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് കട്ടിംഗ് ആക്ഷൻ നടത്തുന്നത്. ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന സർഫസ് കട്ടിംഗ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാകുന്നത്. മില്ലിംഗ് ഓപ്പറേഷൻ നടക്കുന്ന സർഫസ് ജനറേഷൻ അനുസരിച്ച് രണ്ട് രീതിയിലാണ് മില്ലിംഗ് ഓപ്പറേഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കൺവെൻഷണൽ ഓർ അപ്പ് മില്ലിംഗ്. ചിത്രത്തിൽ കാണുന്നത് പോലെ വർക്ക് ടേബിൾ ഫീഡ് ചെയ്യുന്നത് കട്ടറിൻ്റെ മൂവ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സെക്കൻഡ് വൺ, ക്ലൈംബ് ഓർ ഡൗൺ മില്ലിംഗ്. ഇവിടെ വർക്ക് ടേബിളും കട്ടറിൻ്റെ മൂവ്മെൻറ്റും ഒരേ ഡയറക്ഷനിലാണ്. ഈ രണ്ട് പ്രോസസ്സിലും ചിപ്പിൻ്റെ ഫോർമേഷൻസ് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ തിക്നെസ്സിലും വേരിയേഷൻസ് ഉണ്ട്. കൺവെൻഷണൽ മില്ലിങ്ങിൽ അഥവാ അപ്പ് മില്ലിങ്ങിൽ ടൂൾ മൂവ്മെൻറ്റ് വർക്ക് ടേബിളിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ചിപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്ത് മാക്സിമം തിക്നെസ്സിലാണ് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത്. എന്നാൽ ക്ലൈംബ് മില്ലിങ്ങിൽ വർക്ക് പീസിൻ്റെയും ടൂളിൻ്റെയും ഡയറക്ഷൻ ഒരേപോലെ ആയതിനാൽ സ്റ്റാർട്ടിങ്ങിലായിരിക്കും തിക്നെസ് കൂടുതൽ. പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ചിപ്പിൻ്റെ തിക്നെസ് 0 ആയിരിക്കും. ഡ്രില്ലിംഗ് ഓപ്പറേഷൻ. Drilling is a metal cutting process carried out by a rotating cutting tool to make circular holes in a solid material. ഒരു സോളിഡ് മെറ്റീരിയൽ സർക്കുലർ ഹോൾസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂളിൻ്റെ സഹായത്തോടു കൂടി മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. ടൂൾ വിച്ച് മേക്സ് ഹോൾ ഈസ് കോൾഡ് ആസ് ഡ്രിൽ ബിറ്റ് ഓർ ട്വിസ്റ്റ് ഡ്രിൽ. ഡ്രില്ലിംഗ് ഓപ്പറേഷനിൽ ഉപയോഗിക്കുന്ന ടൂളിനെ പറയുന്ന പേരാണ് ഡ്രിൽ ബിറ്റ് ഓർ ട്വിസ്റ്റ് ഡ്രിൽ. Drilling machine is a power operated machine tool which holds the drill in its spindle rotating at high speed and when actuated move linearly against the workpiece produces a hole. ഇവിടെ ടൂളിനെ ഹൈ സ്പീഡിൽ കറങ്ങുന്ന സ്പിൻഡിലിൽ ഫിക്സ് ചെയ്തിരിക്കും. മെഷീനിലോട്ട് പവർ കൊടുക്കുന്ന സമയത്ത് സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുകയും ഇത് സ്പിൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ടൂളിനെയും റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നു.
ഇത്തരത്തിൽ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ട്വിസ്റ്റ് ഡ്രില്ലിനെ അല്ലെങ്കിൽ ഡ്രിൽ ബിറ്റിനെ വർക്ക് പീസിലോട്ട് ഫീഡ് ചെയ്തുകൊണ്ടാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്. നെക്സ്റ്റ്, ഡ്രില്ലിംഗ് മെഷീൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ, ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ, റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ, പില്ലർ ഡ്രില്ലിംഗ് മെഷീൻ, ഗ്യാങ് ഡ്രില്ലിംഗ് മെഷീൻ ആൻഡ് മൾട്ടിപ്പിൾ ഡ്രില്ലിംഗ് മെഷീൻ. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീനും അതുപോലെ തന്നെ റേഡിയൽ ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ചാണ്. ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വെർട്ടിക്കൽ മെയിൻ കോളം, ബേസ്, മൂവിംഗ് ഡ്രിൽ ഹെഡ്, വർക്ക് ടേബിൾ, ഇലക്ട്രിക്കൽ മോട്ടോർ, വേരിയൽ സ്പീഡ് ഗിയർ ബോക്സ് ആൻഡ് സ്പിൻഡിൽ ഫീഡ് മെക്കാനിസം. ചിത്രത്തിൽ കാണുന്നതാണ് ഒരു ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. എങ്ങനെയാണ് ഒരു ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. വർക്ക് പീസ് വിത്ത് എക്സാക്ട് ലൊക്കേഷൻ മാർക്ക്ഡ് ഓൺ ഇറ്റ് വിത്ത് ദ സെൻറ്റർ പഞ്ച് ഈസ് ക്ലാംപ്ഡ് റിജിഡ്ലി ഓൺ ദ വർക്ക് ടേബിൾ. വർക്ക് പീസിനെ വർക്ക് ടേബിൾ ഹോൾ ഉണ്ടാക്കേണ്ട എക്സാക്ട് ലൊക്കേഷൻ മാർക്ക് ചെയ്ത് ഫിക്സ് ചെയ്യുന്നു. സ്പിൻഡിൽ ആക്സിസ് ആൻഡ് കട്ടർ പഞ്ച് ഇൻഡൻറ്റേഷൻ ആർ ഇൻ ദ സെയിം ലൈൻ. പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഹോളിൻ്റെ സെൻറ്റർ പോയിൻറ്റും സ്പിൻഡിൽ ആക്സിസും ഒരേ ലൈനിലായിരിക്കണം. മെഷീൻ ഈസ് സ്റ്റാർട്ടഡ് ആൻഡ് ഡ്രിൽ ബിറ്റ് ഈസ് ലോവേർഡ് ബൈ റൊട്ടേറ്റിംഗ് ഫീഡ് ഹാൻഡിൽ. ഒരു റൊട്ടേറ്റിംഗ് ഫീഡ് ഹാൻഡിലിൻ്റെ സഹായത്തോടു കൂടി ഡ്രിൽ ബിറ്റിനെ വർക്ക് പീസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഡ്രിൽ ബിറ്റ് ടച്ചസ് ദ വർക്ക് ആൻഡ് സ്റ്റാർട്ട് റിമൂവിംഗ് മെറ്റീരിയൽ. Radial drilling machine. These are heavy duty and versatile drilling machine used to perform drilling operation on large and heavy workpiece. വളരെ വലുതും ഭാരം കൂടിയതുമായ വർക്ക് പീസുകൾ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. ഹോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടെ വരുന്നത്. ഒരു റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹെവി ബേസ്, വെർട്ടിക്കൽ കോളം, ഹൊറിസോണ്ടൽ ആം, ഡ്രില്ലിംഗ് ഹെഡ് എന്നിവയാണ്. ചിത്രത്തിൽ കാണുന്നതാണ് ഒരു റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ. എങ്ങനെയാണ് ഒരു റേഡിയൽ ഡ്രില്ലിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത് നോക്കാം. വർക്ക് പീസ് ഈസ് മാർക്ക് ഫോർ എക്സാക്ട് ലൊക്കേഷൻ ആൻഡ് മൗണ്ട് ഓൺ ദ വർക്ക് ടേബിൾ. വർക്ക് പീസിൽ ഹോൾ ഉണ്ടാക്കേണ്ട ഭാഗം മാർക്ക് ചെയ്ത് വർക്ക് ടേബിളിൽ ഫിക്സ് ചെയ്യുന്നു. ഡ്രിൽ ബിറ്റ് ഈസ് ദെൻ ലൊക്കേറ്റഡ് ബൈ ദ മൂവിംഗ് റേഡിയൽ ആം ആൻഡ് ഡ്രിൽ ടു ദ മാർക്ക്ഡ് ലൊക്കേഷൻ. ഡ്രിൽ ബിറ്റ് മൂവിംഗ് റേഡിയൽ ആമിൽ ഫിക്സ് ചെയ്ത് ഡ്രിൽ ചെയ്യേണ്ട പൊസിഷനിലോട്ട് എത്തിക്കുന്നു. ബൈ സ്റ്റാർട്ടിംഗ് ഡ്രില്ലിംഗ് സ്പിൻഡിൽ മോട്ടോർ ഹോൾസ് ആർ ഡ്രിൽഡ്. ശേഷം സ്പിൻഡിൽ മോട്ടോർ ഉപയോഗിച്ച് ഡ്രൈവ് കൊടുത്തുകൊണ്ട് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ നടത്തുന്നു. സാധാരണയായിട്ട് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് നടത്തുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീമിംഗ്, ബോറിംഗ്, കൗണ്ടർ ബോറിംഗ്, കൗണ്ടർ സിങ്കിങ്, സ്പോട്ട് ഫേസിംഗ്, ടാപ്പിംഗ്. ഇത്തരം ഓപ്പറേഷൻസുകളാണ് ഒരു ഡ്രില്ലിംഗ് മെഷീൻ നമ്മൾ സാധാരണയായിട്ട് നടത്തുന്നത്. ഫസ്റ്റ് വൺ, റീമിംഗ്. It is a process of smoothing the surface of drilled hole with a tool. ഓൾറെഡി ഡ്രില്ല് ചെയ്തിട്ടുള്ള ഹോളിൻ്റെ സർഫസ് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് റീമിംഗ് എന്ന് പറയുന്നത്. ഇതിനുപയോഗിക്കുന്ന ടൂളിനെ നമ്മൾ റീമർ എന്ന് പറയുന്നു. ഇനീഷ്യലി എ ഹോൾ ഈസ് ഡ്രിൽഡ് സ്ലൈറ്റ്ലി സ്മാളർ ഇൻ സൈസ്. നമുക്ക് വേണ്ട ഹോൾ സൈസിനേക്കാൾ ചെറിയ സൈസിൽ ഒരു ഡ്രിൽ ബിറ്റ് ഉപയോഗിച്ച് ആദ്യം തന്നെ ഒരു ഹോൾ ഉണ്ടാക്കുന്നു. ഡ്രിൽ ഈസ് റീപ്ലേസ്ഡ് ബൈ റീമർ. ശേഷം ഡ്രിൽ ടൂളിനെ മാറ്റി റീമർ ടൂൾ ഫിക്സ് ചെയ്യുന്നു. സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ദാറ്റ് ഓഫ് ഡ്രില്ലിംഗ്. ഡ്രില്ലിംഗ് ഓപ്പറേഷനേക്കാൾ പകുതി സ്പീഡിലാണ് റീമിംഗ് ഓപ്പറേഷൻ നടത്തുന്നത്. ഇത് ഒരു സ്മൂത്ത് സർഫസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. ബോറിംഗ്. ഇറ്റ് ഈസ് പ്രോസസ് ക്യാരിഡ് ഔട്ട് ഓൺ ഡ്രില്ലിംഗ് മെഷീൻ ടു ഇൻക്രീസ് ദ സൈസ് ഓഫ് ആൻ ഓൾറെഡി ഡ്രിൽഡ് ഹോൾ. ഓൾറെഡി ഫോം ചെയ്തിട്ടുള്ള ഹോളിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് വലിയ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് ബോറിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനീഷ്യലി എ ഹോൾ ഈസ് ഡ്രിൽഡ് ടു ദ നിയറസ്റ്റ് സൈസ് ആൻഡ് യൂസിങ് എ ബോറിംഗ് ടൂൾ ദ സൈസ് ഓഫ് ദ ഹോൾ ഈസ് ഇൻക്രീസ്ഡ്. ആദ്യം തന്നെ ഒരു ഡ്രില്ലിംഗ് ടൂൾ ഉപയോഗിച്ച് റിക്വയർഡ് സൈസിനേക്കാൾ കുറഞ്ഞ ഹോൾ പ്രൊഡ്യൂസ് ചെയ്ത് ശേഷം ഡ്രില്ലിംഗ് ടൂളിനെ ബോറിംഗ് ടൂൾ വെച്ച് റീപ്ലേസ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലോട്ട് ആ ഹോളിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൗണ്ടർ ബോറിംഗ്. ദിസ് പ്രോസസ് ഇൻവോൾവ് ഇൻക്രീസിങ് ദ സൈസ് ഓഫ് എ ഹോൾ അറ്റ് ഓൺലി വൺ എൻഡ്. നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഹോളിൻ്റെ ഒരു എൻഡിൽ അതിൻ്റെ ഹോൾ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് കൗണ്ടർ ബോറിംഗ് എന്ന് പറയുന്നത്. കട്ടിംഗ് ടൂൾ വിൽ ഹാവ് എ സ്മോൾ സിലിണ്ടറിക്കൽ പോർഷൻ കാൾഡ് പൈലോട്ട്. ഇതിനായി കട്ടിംഗ് ടൂളിൽ ഒരു ചെറിയ സിലിണ്ടറിക്കൽ പോർഷൻ കൊടുത്തിരിക്കും. ഇതിനെ നമ്മൾ പൈലറ്റ് എന്നാണ് പറയുന്നത്. കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് ഓപ്പറേഷൻ്റെ സ്പീഡിനേക്കാൾ 2/3 ആയിരിക്കും. കൗണ്ടർ സിങ്കിങ്. ദിസ് ഈസ് എൻ ഓപ്പറേഷൻ
ഓഫ് മേക്കിംഗ് ദ എൻഡ് ഓഫ് എ ഹോൾ ഇൻ ടു എ കോണിക്കൽ ഷേപ്പ്. ഓൾറെഡി ഡ്രില്ല് ചെയ്തിട്ടുള്ള ഹോളിൻ്റെ എൻഡ് ഭാഗം ഒരു കോണിക്കൽ ഷേപ്പിലോട്ട് മാറ്റുന്നതിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷനാണ് കൗണ്ടർ സിങ്കിങ്. കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഡ്രില്ലിംഗ് സ്പീഡിൻ്റെ പകുതിയാണ്. സ്പോട്ട് ഫേസിംഗ്. It is a finishing operation to produce flat round surface usually around a drilled hole for proper seating of bolt head or nut. ഒരു നെട്ടോ ബോൾട്ടോ കറക്റ്റായി ഓൾറെഡി ഡ്രില്ല് ചെയ്തിട്ടുള്ള ഹോളിലേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫിനിഷിംഗ് ഓപ്പറേഷനെയാണ് നമ്മൾ സ്പോട്ട് ഫേസിംഗ് എന്ന് പറയുന്നത്. സ്പോട്ട് ഫേസിംഗിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് റൗണ്ട് സർഫസ് ആണ്. ഇറ്റ് ഈസ് ഡൺ യൂസിങ് എ സ്പെഷ്യൽ സ്പോട്ട് ഫേസിംഗ് ടൂൾ. ടാപ്പിംഗ്. Process of cutting internal threads with a thread tool called as tap. ടാപ്പ് എന്ന ത്രെഡ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ച് ഓൾറെഡി ഡ്രില്ല് ചെയ്തിട്ടുള്ള ഹോളിൻ്റെ ഉൾഭാഗത്തായി ത്രെഡ് ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷനാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. ടാപ്പ് ഈസ് എ ഫ്ലൂട്ടഡ് ത്രെഡഡ് ടൂൾ യൂസ്ഡ് ഫോർ കട്ടിംഗ് ഇൻറ്റേർണൽ ത്രെഡ്സ്. കട്ടിംഗ് സ്പീഡ് ഈസ് വെരി ലോ. ഇവിടെ നമ്മൾ കൊടുക്കുന്ന കട്ടിംഗ് സ്പീഡ് അല്ലെങ്കിൽ സ്പിൻഡിലിൻ്റെ സ്പീഡ് എന്നുള്ളത് ബാക്കിയുള്ള പ്രോസസ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണ്. ഇത്രയാണ് ഡ്രില്ലിംഗ് ഓപ്പറേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്.